ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ ഒറിജിനൽ ഭാഗമായിട്ടുള്ള പാണ്ഡ്യൻ സ്റ്റോർ 2 എപ്പിസോഡിന്റെ റിവ്യൂ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം നമുക്ക് എന്തായാലും മലയാളത്തിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ആര്യനെയും മിത്രക്കും അവരുടെ ആ ഒരു സ്വർണം തിരിച്ചു കിട്ടാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ മിത്രനെ വിളിക്കുന്നുണ്ട് പോലീസുകാര്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണോന്ന് പറയണം. മിത്രക്ക് ആകെ ടെൻഷൻ ആവാണ്. എന്തിനാണോ ഇപ്പൊ പോലീസുകാർ വിളിക്കണത് എന്നൊക്കെ ആലോചിച്ചിട്ട് മിത്ര ആര്യനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് മിത്ര കാണുന്നത്. നോക്കുമ്പോൾ മിത്രയുടെ ആ നഷ്ടപ്പെട്ട സ്വർണം, അതായത് മിഥുൻ കൈക്കലാക്കിയ സ്വർണം എല്ലാം തന്നെ പോലീസുകാർ തിരിച്ചു കൊടുക്കുകയാണ്. അയ്യോ സർ, ഇത് എന്റെ സ്വർണ്ണമാണെന്ന് പറയുമ്പോ അതെ, ഈ സ്വർണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരാ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോഴേക്കും മിഥുനാണ് എന്ന് പറഞ്ഞിട്ട് മിഥുൻ ഇവനാണോ എന്ന് പറഞ്ഞിട്ട് മിഥുന് മുമ്പിലേക്ക് വെക്കുമ്പോഴേക്കും നമ്മുടെ മിത്രക്ക് മിഥുനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പോലീസുകാർ പറഞ്ഞിട്ട് ഇവനുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം, ഇവൻ കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കടത്തുന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അവൻ അതിനെ പൊക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഡ്രഗ്സിന്റെ കൂട്ടത്തിൽ ഈ ഒരു ആഭരണങ്ങളും കിട്ടിയത്. പിന്നീട് ആദ്യം ഇവന്റെ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മിത്രയുടെ ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് നമ്മുടെ ആനന്ദവർമ്മയുടെ മകളല്ലേ എന്ന് പറയുമ്പോൾ അതേ സർ എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും ഇവന്റെ കയ്യിൽ എങ്ങനെയാ കിട്ടിയത്, നിങ്ങൾ ഇവനെ കൊടുത്തു എന്നൊക്കെയാണ് ഇവൻ പറയണത്. മിത്ര നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. സർ, ഞാൻ ഇവനെ സ്നേഹിച്ചു വിശ്വസിച്ച് പ്രണയിച്ചൊരു പെൺകുട്ടിയാണ്. എന്റെ വീട്ടുകാര് കല്യാണം എന്റെ ഉറപ്പിച്ചു വേറൊരു പയ്യനായിട്ട്. ആ വിവാഹം വേണ്ടെന്ന് വെച്ച് വിവാഹത്തിന് തലേന്ന് ഇവനായിട്ട് ഞാൻ ഒളിച്ചോടി പോയതാണ്. ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം നടത്താം, ഉള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഇവൻ എന്നോട് പറഞ്ഞു. ഗുരുവായൂർ ഒരു റൂം എടുത്തതിന് ശേഷം അവൻ അവിടെ നിർത്തിയിട്ട് അവൻ എന്റെ ഗോൾഡൊക്കെ ആയിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് എന്റെ അപ്പച്ചിയും ഈ പറഞ്ഞ അപ്പച്ചിയുടെ മോനാണ് ഈ ആര്യനും അതുപോലെ തന്നെ മീനാക്ഷി ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ തൊഴാനായിട്ട്. അവരെന്നെ കാണുകയും അതിനുശേഷം എന്റെ മാനം പോവും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കോ, അല്ലെങ്കിൽ എന്റെ ജീവിതം പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ അപ്പച്ചി ആര്യനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചത്. ആര്യനും ഞാനും പരസ്പരം ഇഷ്ടപ്പെടാതെയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറയുമ്പോഴേക്കും പോലീസുകാരൻ ആര്യനോട് പറഞ്ഞു, നിങ്ങളെ വലിയ മനസ്സാണ് ആര്യൻ, നിങ്ങളെപ്പോലത്തെ നല്ല ചെറുപ്പക്കാർക്ക് മാത്രമേ ഇതുപോലെ ചിന്തിക്കാനും ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇത് അവകാശപ്പെട്ട സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ ആര്യൻ പറയേണ്ടത്, വേണ്ട സർ, ഈ സ്വർണം ഒരിക്കലും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, അത് മിത്രയുടെ അച്ഛൻ മിത്രക്ക് കല്യാണത്തിന് കൊടുത്തതാണ്. അദ്ദേഹം അധ്വാനിച്ച് പണിയെടുത്ത പൈസക്ക് വേണ്ടി സ്വർണ്ണമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് പറയുമ്പോൾ പോലീസുകാരൻ വീണ്ടും ആര്യനെ പ്രശംസിക്കുകയാണ്. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാനിപ്പോ കോടതിയിൽ നിന്ന് ഉത്തരവും കാര്യങ്ങളും അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ്, നിയമ നടപടികളൊക്കെ മേടിച്ചിട്ടാണ് ഞാനിപ്പോ സ്വർണം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കും ഈ സ്വർണം എന്ത് ചെയ്യണം എന്നുള്ളത്. എന്തായാലും നിങ്ങൾക്ക് തരാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് തരുവാണെന്ന് പറഞ്ഞിട്ട് ആ സ്വർണം മിത്രയുടെ കയ്യിൽ കൊടുക്കാണ്. മിത്ര അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് സ്വർണം പണയം വെച്ചോ വിൽക്കോ എന്തോ ചെയ്തിട്ടുണ്ട്, ഒരു 5-6 പവൻ, അത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇവന്റെ കയ്യിൽ തന്നെ മേടിച്ചു തരാൻ കേട്ടോ എന്നൊക്കെ പറയാണ്. മിത്രക്കും ആര്യനും ഭയങ്കര സന്തോഷമാവാണ്. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ മിത്ര ആര്യനോട് പറഞ്ഞിട്ട് ഈ സ്വർണം നമുക്ക് വിൽക്കാം, 10 ലക്ഷം രൂപക്ക് എന്തായാലും ആര്യന് ഒരു ട്രാവലേഴ്സ് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നമുക്ക് നടത്താം എന്ന് പറയാണ്. ആര്യം പറയണ്ട്, ഈ സ്വർണം എന്റെയാണോ അല്ല നിന്റെയാണോ, അല്ല നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടിന്റെ ഫലമാണ്, ഇത് നമുക്ക് വേണ്ട എന്ന് പറയാണ്. മിത്ര പറയണ്ട, അങ്ങനെ പറയല്ലേ ആര്യ, നോക്ക്, ഇത് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി തന്ന സ്വർണ്ണമാണ്, എന്റെ ആവശ്യത്തിന് വേണ്ടി, ഭാവിയിൽ എന്റെ ആവശ്യത്തിന് വേണ്ടി തരുന്ന സ്വർണ്ണമാണ്. ആര്യൻ ആകെ ഒരു ഡിപ്രഷനിലാണ്. ആര്യൻ പറഞ്ഞ പോലെ ആര്യൻ ഒരു ട്രാവലേഴ്സ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആര്യന്റെ മൈൻഡ് മാറുകയും നമുക്കൊരു സമ്പാദ്യം ആവുകയും ചെയ്യും. ഇതറിയുമ്പോൾ അച്ഛനും അമ്മക്കൊക്കെ ഭാവിയിൽ സന്തോഷമാവേ ഉള്ളൂ എന്നൊക്കെ മിത്ര പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും തീരുന്നത്. പക്ഷെ ആര്യൻ അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ. വേണ്ട, ഈ സ്വർണം വേണ്ട, അറിയാലോ എന്റെ അച്ഛന്റെ സ്വഭാവം, സ്ത്രീധനം മേടിക്കണതും വാങ്ങണതൊന്നും കൊടുക്കണതൊന്നും അച്ഛന് ഇഷ്ടമല്ല സത്യം പറഞ്ഞ. പിന്നെ മിത്രയുടെ ഈ ഒരു സ്വർണം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞാൽ അച്ഛൻ അതൊന്നും ഇഷ്ടാവില്ല, പിന്നെ എനിക്കും അതിൽ താല്പര്യമില്ല. ഓ, ആര്യന് അച്ഛന്റെ അതേ സ്വഭാവമാണല്ലോ, അങ്കിളുടെ അതേ സ്വഭാവം തന്നെ ആര്യന എന്ന് പറയുമ്പോഴേക്കും ആര്യൻ പറയണ്ട, അതെ, ഏറെക്കുറെയൊക്കെ അച്ഛന്റെ സ്വഭാവം കിട്ടിയത് എനിക്ക് തന്നെയാണ്. എന്തായാലും മിത്രേ, നിനക്ക് ഈ സ്വർണം വീട്ടിൽ കൊടുക്കാൻ മടിയാണെങ്കിൽ നീ ഒരു കാര്യം, നമുക്ക് ഇപ്പൊ തന്നെ ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ ലോക്കറിൽ വെക്കാന്ന് പറയണം. മിത്ര പറഞ്ഞിട്ട് ശരി, ഇപ്പൊ എന്തായാലും ബാങ്ക് ലോക്കറിൽ വെക്കാം, പിന്നീട് നമുക്ക് ആലോചിച്ച് എന്താ ചെയ്യാമെന്ന് മിത്രയും പറയണ്ട. മിത്രയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലൊക്കെ ആര്യൻ അറിയാതെ ഒരു ട്രാവലേഴ്സ് തുടങ്ങി കൊടുക്കാനാണ് ആഗ്രഹം കേട്ടോ. അങ്ങനെ മിത്ര ആര്യൻ അറിയാതെ തന്നെ അതിന്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ഈ പോലീസുകാരുണ്ടല്ലോ, എസ് എ, പുള്ളിക്കാരൻ ഈ ആനന്ദവർമ്മയുടെ, അതായത് അനന്തൻ വർമ്മയുടെ ഒരു കൂട്ടുകാരനാണ്. ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പോണ സമയത്ത്, 2 ദിവസം കഴിയുമ്പോഴേക്കും റോട്ടിൽ കൂടി പോണ സമയത്ത് നമ്മുടെ അനന്തനെ കാണുന്നുണ്ട്. വണ്ടി നിർത്താണ്. അപ്പൊ പറയുന്നുണ്ട്, എന്നെ മനസ്സിലായോ, ആ എടാ നീ ആയിരുന്നു മറ്റേ ഒരു പഴയ സൗഹൃദമൊക്കെ പുതുക്കാണ്. ആ സമയത്ത് അനന്തൻ പറഞ്ഞിട്ട്, എന്തായാലും തന്റെ മരുമോൻ കൊള്ളാട്ടാടോ എന്ന് പറയാണ്. മരുമോനോ? അതെ, ആര്യൻ. എന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല,
തന്റെ മോളുടെ സ്വർണ്ണാഭരണങ്ങൾ അവള് സ്നേഹിച്ചൊരു കാമുകൻ മിഥുൻ അടിച്ചു മാറ്റി കൊണ്ടുപോയപ്പോ തന്റെ മരുമകനായ ആളാണല്ലോ അവളുടെ ജീവൻ രക്ഷിച്ച് ജീവിതം കൊടുത്തത്. ഇപ്പൊ അവളുടെ സ്വർണം തിരിച്ചു കിട്ടി. ആ മിഥുനെ കൈയോട് പൊക്കി, വേറെ കേസിൽ പൊക്കിയതാണ്. മിത്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി. അത് കൊടുത്തപ്പോ ആര്യം പറയാണേ അത് മിത്രയുടെ അച്ഛനമ്മക്ക് അവകാശപ്പെട്ട സ്വർണ്ണം അവർക്ക് കൊടുക്കാൻ. ഞാൻ പിന്നെ തന്റെ മോളുടെ കൈ കൊടുത്തു. മോളത് ലോക്കറിൽ വെച്ചെന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും തനിക്ക് കിട്ടിയ മരുമോൻ കൊള്ളാം. ഹോ, ഇങ്ങനത്തെ മരുമകനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോടോ. എനിക്കൊരു മോളുണ്ട്, തനിക്കറിയാലോ, കല്യാണപ്രായമായി. ആരിനെ പോലത്തെ നല്ല സ്വഭാവ ഗുണമുള്ള ആമ്പിള്ളേരെ ഞങ്ങൾ അന്വേഷിക്കണത്. പണവോ സ്വർണ്ണോ സ്വത്തോ ഒന്നും വേണ്ട, അത്യാവശ്യം ജോലി, നല്ലൊരു രീതി ജോലി എടുക്കാനുള്ള ഒരു കഴിവും അതുപോലെ തന്നെ കുറച്ചൊരു വീട്ടുകാർ നല്ലൊരു അന്തരീക്ഷം മാത്രം മതി ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ ആരിനെ പോലത്തെ ഒരു സ്വഭാവം. തന്റെ ഭാഗ്യമാണ്. എന്തായാലും തന്റെ മോളെ മരുമോനെ അന്വേഷിച്ചെന്നൊക്കെ പറയട്ടോ. ശരി എന്നൊക്കെ പറയുന്നുണ്ട് അനന്തൻ. പക്ഷെ അനന്തന്റെ മനസ്സിൽ അപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. തന്റെ മോള് സ്നേഹിച്ചത് ആര്യനെ അല്ല, മിഥുൻ എന്ന് പറഞ്ഞ വേറൊരു പയ്യനെയാണ്. മിഥുനെ അറിയാലോ, അലോകിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കയറി ഇറങ്ങിയതാണല്ലോ. അപ്പൊ അവനെയാണ് സ്നേഹിച്ചത്. ശേഷം തന്റെ മോളെ പറ്റിച്ച് സ്വർണ്ണമായിട്ട് കടന്നു കളഞ്ഞത് മിഥുനാണ്. അന്ന് ഗുരുവായൂർ തൊഴാൻ വന്നതാണ് ആര്യനും ഗോമതിയും അതുപോലെ തന്നെ മീനാക്ഷിയും. മിത്രയുടെ അവസ്ഥ കണ്ട് ഗോമതിയാണ് മിത്രക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടി ആര്യനോട് പറഞ്ഞെന്നും ആര്യൻ മിത്രക്ക് ജീവിതം കൊടുത്താണെന്നൊക്കെ മനസ്സിലാക്കാണ് അനന്തൻ. പക്ഷെ ഇത് മനസ്സിലാക്കുമ്പോൾ അനന്തൻ ഒരുപാട് കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട്. പക്ഷെ അപ്പോഴും ഈ കാര്യങ്ങളൊന്നും അനന്തൻ ഇപ്പോഴൊന്നും ആരോടും പറയുന്നില്ല കേട്ടോ. അതായത് തന്റെ മക്കൾക്ക് വേണ്ടി, അതായത് ആര്യനും മിത്രയും തന്റെ മക്കളാണ്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അനന്തൻ ശ്രമിക്കുന്നുള്ളൂ. അതേസമയം മിത്രയാണെങ്കിലോ ഈ സ്വർണം എങ്ങനെയെങ്കിലൊക്കെ, അതായത് ഒത്തിരി സ്വർണ്ണം കേട്ടോ, 10-50 പവനോളം ഉണ്ട്. അപ്പൊ ഈ സ്വർണം എങ്ങനെ വന്നാലും ഒരു 10 പവൻ പണയം വെച്ചാൽ തന്നെ 10 ലക്ഷം രൂപ കിട്ടും. അതുകൊണ്ട് ആ ഒരു പൈസ ബാക്കി ലോക്കറിലിരിക്കട്ടെ, ആരിനറിയാതെ എങ്ങനെയെങ്കിലൊക്കെ അത് കൊണ്ടേ വിൽക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആരിനൊരു സർപ്രൈസ് ആയിട്ട് എവിടെയെങ്കിലും നല്ല സിറ്റി, നല്ലൊരു സ്ഥലത്ത് ഒരു ട്രാവലേഴ്സ് തുടങ്ങണം. അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് അവസാനം ആരിനൊരു സർപ്രൈസ് കൊടുക്കാം. പക്ഷെ ആരിന് ഇത് ഇഷ്ടപ്പെടുമോന്ന് അറിയില്ല. ഒരു കാര്യം, മീനാക്ഷി ചേട്ടത് നടന്ന കാര്യങ്ങളൊക്കെ പറയാം എന്ന് മിത്ര വിചാരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി അടുത്ത് നമ്മുടെ മിത്ര നടന്ന കാര്യങ്ങളൊക്കെ പറയണ്ട. ചേച്ചി ഇങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, മിഥുൻ ഇങ്ങനെ മയക്കുമരുന്ന് കേസിൽ കൈയോടെ പിടിച്ചപ്പോ സ്വർണ്ണാഭരണങ്ങളും കൂടി പോലീസുകാർക്ക് കിട്ടി. അവരെന്നെ വിളിച്ചു, സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു തന്നു എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്കും ഭയങ്കര സന്തോഷമാവാണ്. മിത്ര പറയണ്ടേ, മീനാക്ഷിക്ക് അറിയാലോ ആര്യന് ഭയങ്കര ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന്. അതിനു വേണ്ടി ലോണിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയതാണ്. ലോൺ ഒന്നും ശരിയായില്ല. ഞാനൊരു കാര്യം പറയട്ടെ മീനാക്ഷി ചേച്ചി, ഇപ്പൊ അത് 10-50 പവനോളം ഉണ്ട്. അതിലൊരു 10 പവൻ വിറ്റാൽ തന്നെ ഒരു 10 ലക്ഷത്തിന് മുകളിൽ ഇപ്പത്തെ സ്വർണത്തിന് വില കിട്ടില്ലേ. അത് വെച്ചിട്ട് എനിക്ക് ആരും ഒരു ബിസിനസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അതിന് ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മീനാക്ഷി പറയുമ്പോൾ, അതൊന്നും അറിയണ്ട, നമുക്കൊരു ബിസിനസ് തുടങ്ങി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആര്യനെ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ മീനാക്ഷി മുഖേന നമ്മുടെ മിത്ര ഒരു സ്ഥലങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ആര്യനെ ഒരു സ്ഥലം, ബിസിനസിന് വേണ്ടി സ്ഥലം ഏർപ്പാടാക്കാനായിട്ടോ. അങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത്. ശരിക്കും തമിഴിൽ ഇങ്ങനെ ആര്യൻ ട്രാവലേഴ്സ് തുടങ്ങണമെന്നില്ല, തുടങ്ങുമെന്ന് പറയണമെന്നുള്ളൂ, ഇപ്പോഴും തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതിൽ തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.